എല്ലാവർക്കും മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ LDC +2 ഡിഗ്രി ലെവൽ എന്നീ PSC പരീക്ഷകൾക്കുള്ള മലയാളം ക്ലാസ്സസ് ആണ് ഇപ്പോൾ നടക്കുന്നത്. പദശുദ്ധി, വാക്യശുദ്ധി, പരിഭാഷ, അതോടൊപ്പം ഒറ്റപ്പദം എന്നീ 4 ടോപ്പിക്കുകൾ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പര്യായമാണ്. പര്യായം 2 ഭാഗങ്ങളിലായി ചെയ്തിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും കാണുക. ബ്രിസ്റ്റു ലേണിംഗ് ആപ്പിലും അതുപോലെ ബ്രിസ്റ്റു ലേണിംഗ് ആപ്പിൻ്റെ യൂട്യൂബ് ചാനലിലും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പോൾ മലയാളം ക്ലാസ്സസ് തുടർച്ചയായി കാണാനായി ബ്രിസ്റ്റു ലേണിംഗ് ആപ്പ് ഫോളോ ചെയ്യുക. ബ്രിസ്റ്റു ലേണിംഗ് ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഹോം പേജ് ഇങ്ങനെയായിരിക്കും ലഭിക്കുന്നത്. ഇവിടെ LP-UP ലെവൽ, 7th ലെവൽ, അതുപോലെ 10th, 12th ഡിഗ്രി ലെവൽ എന്നിങ്ങനെ എല്ലാ ലെവലുകളും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അതോടൊപ്പം SCERT, NCERT ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് പഠിച്ചെടുക്കാം. സ്റ്റഡി പ്ലാൻസ് അവൈലബിൾ ആണ്. അതിൻ്റെ കൂടെ തന്നെ ബ്രിസ്റ്റു പ്ലസ് എന്നൊരു ഓപ്ഷൻ കാണാം. ബ്രിസ്റ്റു പ്ലസ് എന്നൊരു ഓപ്ഷൻ കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജ് ആയിരിക്കും ലഭിക്കുന്നത്. ഇവിടെ മാത്സ് ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. അതുപോലെ ഇംഗ്ലീഷ് പെഡഗോജിയുടെ ക്ലാസ്സസ് എല്ലാം അവൈലബിൾ ആണ്. അതോടൊപ്പം ഇവിടെ മലയാളം എന്നൊരു ഓപ്ഷൻ കാണാം. ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ മലയാളം ക്ലാസ്സസും നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ നമുക്ക് നേരെ പര്യായം ഭാഗം 3 നോക്കാം. ആദ്യത്തേത് ദ്വാന്തം. ദ്വാന്തം എന്നതിൻ്റെ പര്യായം അന്ധകാരം, ഇരുട്ട് എന്നീ പര്യായങ്ങളെല്ലാം വരുന്നുണ്ട്. ദ്വാന്തം എന്ന വാക്കിന് അന്ധകാരം, ഇരുട്ട് എന്നീ പര്യായങ്ങൾ വരുന്നുണ്ട്. അടുത്തത് നഖം. നഖം എന്നതിൻ്റെ പര്യായം വരുന്നത് നഗരം, പുനർഭവം, കരരുഹം. ഏതൊക്കെയാണ് നഖം? നഗരം, നഖത്തിൻ്റെ കൂടെ തന്നെ ഒരു രം കൂടെ വന്നു, രാ കൂടെ വന്നു. നഗരം, നഗായല്ല കേട്ടോ, നഗരം അല്ല, നഗരം ആണ്. പുനർഭവം, പുനർജനിക്കുന്നത്, പുനർഭവം. കരരുഹം, കരത്തിലുള്ളത്, കരരുഹം. ഏതാണ് നഖത്തിന്റെ പര്യായങ്ങൾ? നഗരം, പുനർഭവം, കരരുഹം. അടുത്തത് നക്ഷത്രം. നക്ഷത്രം എന്നതിൻ്റെ പര്യായം വരുന്നത് താരം, ഉടു, ഋക്ഷം, താരകം. താരം, ഉടു, ഋക്ഷം, താരകം എന്നിവയാണ് നക്ഷത്രം എന്നതിൻ്റെ പര്യായങ്ങൾ. ഏതൊക്കെയാണ്? താരം, ഉടു, ഋക്ഷം, താരകം. ഓക്കെ അല്ലേ? അടുത്തത് നദി. നദി എന്നതിൻ്റെ പര്യായം വരുന്നത് ദീപവതി, ധുനി, തടിനി, സരിത്, ശൈവലിനി, പുഴ, തരങ്കിണി, വാഹിനി, നിർധരി, കല്ലോലിനി എന്നിവയാണ് നദി എന്നതിൻ്റെ പര്യായങ്ങൾ. ഏതൊക്കെയാണ്? ദീപവതി, ദീപവതി, ധുനി, തടിനി. തടിനി പലപ്പോഴായി ചോദിച്ചിട്ടുണ്ട് കേട്ടോ. PSC ക്വസ്റ്റ്യൻ പേപ്പറിൽ പലതവണ കണ്ടിട്ടുണ്ട്. തടിനി, തടിനി നദിയാണ്, നദി ഇമ്പോർട്ടൻ്റ് ആണ്. സരിത്, ശൈവലിനി, പുഴ, തരങ്കിണി, വാഹിനി, നിർധരി, കല്ലോലിനി എന്നിവയാണ് നദി എന്നതിൻ്റെ പര്യായങ്ങൾ. അടുത്തത് നോക്കാം. നായ. നായ എന്നതിൻ്റെ പര്യായം വരുന്നത് ശ്വാനൻ, ശുനകൻ, ശ്വാവ്, സാരമേയം. ഏതൊക്കെയാണ് നായ എന്നതിൻ്റെ പര്യായങ്ങൾ? ശ്വാനൻ, ശുനകൻ, ശ്വാവ്, സാരമേയം. ഒന്നുകൂടെ നോക്കാം. ദ്വാന്തം, അന്ധകാരം, ഇരുട്ട്. നഖം, നഗരം, പുനർഭവം, കരരുഹം. നക്ഷത്രം. നക്ഷത്രം എന്നതിൻ്റെ പര്യായങ്ങൾ വരുന്നത് താരം, ഉടു, ഋക്ഷം, താരകം. അടുത്തത് നദി. ദീപവതി, ധുനി, തടിനി, സരിത്, ശൈവലിനി, പുഴ, തരങ്കിണി, വാഹിനി, നിർധരി, കല്ലോലിനി. അടുത്തത് നായ. നായ ശ്വാനൻ, ശുനകൻ, ശ്വാവ്, സാരമേയം. ഓക്കെ അല്ലേ? അടുത്തത് നോക്കാം. നാമം. നാമം എന്നാൽ പേര് എന്നാണ് വരുന്നത്. നാമം, പേര്. അതിൻ്റെ പര്യായങ്ങൾ ആഖ്യ, ആഹ്വയം, അഭിധാനം, നാമധേയം. നാമധേയം കേട്ടിട്ടുണ്ടാകും, പേര് എന്നുള്ള വാക്കും കേട്ടിട്ടുണ്ടാകും, നാമം കേട്ടിട്ടുണ്ടാകും. ആഖ്യ, ആഹ്വയം എന്നിവയും കൂടെ പഠിച്ചെടുക്കുക. ഏതൊക്കെയാണ് നാമം എന്നതിൻ്റെ പര്യായങ്ങൾ വരുന്നത്? നാമം അഥവാ പേര് എന്നതിൻ്റെ പര്യായം വരുന്നത് ആഖ്യ, ആഹ്വയം, അഭിധാനം, നാമധേയം. ഓക്കെ അല്ലേ? അടുത്തത് നാളികേരം. നാളികേരം തേങ്ങയാണല്ലേ? നാളികേരം, തേങ്ങ. അതിൻ്റെ പര്യായങ്ങൾ വരുന്നത് ലാംഘലി, ലാംഘലി, രസഫലം, രസഫലം, ത്രംബകഫലം, നാരികേരം, നാരികേളം. ഏതൊക്കെയാണ്? തേങ്ങ അഥവാ നാളികേരം എന്നതിൻ്റെ പര്യായങ്ങൾ വരുന്നത്. ഇവിടെ ശ്രദ്ധിക്കുക. നാരികേരമുണ്ട്, നാളികേരമുണ്ട്, നാരികേരമുണ്ട്, അതുപോലെ നാരി
കേളം എന്നുള്ള വാക്കും കൂടി ഉണ്ട്. ഓക്കെ, ഇതിന് നാരികേരം, നാരികേളം എന്നിവയ്ക്ക് തെങ്ങ് അല്ലെങ്കിൽ തേങ്ങ എന്നൂടെ അർത്ഥം വരുന്നുണ്ട്. തെങ്ങ് എന്ന അർത്ഥം വരുന്നുണ്ട്, അതുപോലെ തേങ്ങ എന്ന അർത്ഥത്തിലും വരുന്നുണ്ട്. നാളികേരം, ലാങ്കലി, രസഫലം, ത്രംബകഫലം, നാരികേരം, നാരികേളം. ഓക്കെ അല്ലേ? അടുത്തത് നാവ്. നാവ് എന്നതിൻ്റെ പര്യായം വരുന്നത് ജിഹ്വ, രസന, രസജ്ഞ, രശന. ഏതൊക്കെയാണ് നാവ്? ജിഹ്വ, രസന, രസജ്ഞ, രശന. ഓക്കെ, അടുത്തത് നൃത്തം. നൃത്തം എന്നതിൻ്റെ പര്യായം വരുന്നത് താണ്ഡവം, താണ്ഡവം. അടുത്തത് നടനം, നടനം, ലാസ്യം, നർത്തനം. ഏതൊക്കെയാണ് നൃത്തം? താണ്ഡവം, നടനം, ലാസ്യം, നർത്തനം. ഓക്കെ, അടുത്തത് നിന്ന. നിന്ന എന്നതിൻ്റെ പര്യായം അപവാദം, പരിവാദം, അവജ്ഞ, അവഹേളനം. ഏതൊക്കെയാണ്? അപവാദം, പരിവാദം, അവജ്ഞ, അവഹേളനം. ഒന്നുകൂടെ നോക്കാം. നിന്ന, അപവാദം, പരിവാദം, അവജ്ഞ, അവഹേളനം. ഇത്രയുമാണ് നിന്ന എന്ന വാക്കിൻ്റെ പര്യായങ്ങൾ. അടുത്തത് നാഗം. നാഗം എന്നതിൻ്റെ പര്യായങ്ങൾ വരുന്നത് പാമ്പ്, പാമ്പ്, പന്നകം, അഹി, സർപ്പം, ഫണി, ഉരകം, പൃതാഗു, ഭുജംഗം, ചക്ഷുശ്രവണൻ. ഏതൊക്കെയാണ് പാമ്പ് അല്ലെങ്കിൽ നാഗം എന്നതിൻ്റെ പര്യായങ്ങൾ വരുന്നത്? പാമ്പ്, പന്നകം, അഹി, സർപ്പം, ഫണി, ഫണി, ഉരകം, പൃതാഗു, ഭുജംഗം, ചക്ഷുശ്രവണൻ, ചക്ഷുശ്രവണൻ. അടുത്തത് നാഗം. ഇത് നാഗം, ഇത് നാഗം. ഓക്കെ, കാ തമ്മിൽ വ്യത്യാസം വരുന്നുണ്ടല്ലേ? ഏതാണ്? സ്വർഗം. ഇവിടെ സ്വർഗം എന്നാണ് അർത്ഥം വരുന്നത്. നാഗം സ്വർഗമാണ്. ദ്യോവ്, സുരലോകം. ഏതൊക്കെയാണ്? നാഗം, സ്വർഗം, ദ്യോവ്, സുരലോകം. അടുത്തത് നിശ. നിശ രാത്രി, രാത്രിയാണ് നിശ. രജനി, നിശീദിനി. നിശ പര്യായങ്ങൾ ഏതൊക്കെയാണ്? രാത്രി, രജനി, നിശീദിനി. അടുത്തത് നാണം. നാണം എന്നതിൻ്റെ പര്യായങ്ങൾ വരുന്നത് ലജ്ജ, ത്രപ, വ്രീഡ, വീള, മന്ദാക്ഷം, അപത്രപ. ഏതൊക്കെയാണ്? ലജ്ജ, ത്രപ, വ്രീഡ, വ്രീള, മന്ദാക്ഷം, അപത്രപ. ഒന്നുകൂടെ പറയാം. നാണം എന്നതിൻ്റെ പര്യായങ്ങളാണ് ലജ്ജ, വ്രീഡ, ത്രപ, വ്രീള, മന്ദാക്ഷം, അപത്രപ. അടുത്തത് നിലാവ്. നിലാവ് എന്നതിൻ്റെ പര്യായങ്ങൾ വരുന്നത് ചന്ദ്രിക, കൗമുദി, ചന്ദ്രകാന്തം, ജ്യോത്സ്ന, ചാർവി. ഏതൊക്കെയാ? ചന്ദ്രിക, കൗമുദി, ചന്ദ്രകാന്തം, ജ്യോത്സ്ന, ചാർവി. കൗമുദി ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട് കേട്ടോ. നിലാവ്, കൗമുദി ഓർത്ത് വെക്കുക. നിലാവ്, ചന്ദ്രിക, കൗമുദി, ചന്ദ്രകാന്തം, ജ്യോത്സ്ന, ചാർവി. അടുത്തത് നോക്കാം. അടുത്തത് നിഖിലം. നിഖിലം സമസ്തം, സർവം, അഖിലം. നിഖിലം എന്നതിൻ്റെ പര്യായങ്ങളാണ് സമസ്തം, സർവം, അഖിലം. സമസ്തം, സർവം, അഖിലം എന്നിവയാണ് നിഖിലം എന്നതിൻ്റെ പര്യായങ്ങൾ. അടുത്തത് നൂറ്. നൂറ് ചൂർണം, ചുണ്ണാമ്പ്. ചുണ്ണാമ്പാണ് നൂറ് അഥവാ ചൂർണം എന്ന് പറയുന്നത്. നൂറ്, ചൂർണം, ചുണ്ണാമ്പ്. അടുത്തത് നൂൽ. നൂൽ എന്നതിൻ്റെ പര്യായം വരുന്നത് തന്തു, സൂത്രം. തന്തു, സൂത്രം എന്നിവയാണ് നൂൽ എന്നതിൻ്റെ പര്യായങ്ങൾ. നമ്മൾ പലപ്പോഴായി ചിന്തിക്കാറുണ്ട് ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളല്ലേന്ന്. പക്ഷേ നമുക്ക് എന്താണ്, എക്സാമിന് പോകുമ്പോൾ ചിലപ്പോൾ ഇതൊന്നും ഓർമ്മയുണ്ടാവില്ല. അപ്പം നന്നായിട്ട് തന്നെ മനസ്സിലാക്കി വെക്കുക, നന്നായിട്ട് പഠിച്ചെടുക്കുക. നൂൽ, തന്തു, സൂത്രം. അടുത്തത് നെല്ല്. നെല്ലിൻ്റെ പര്യായമാണ് വ്രീഹി. നെല്ല്, വ്രീഹി. അടുത്തത് നെല്ലിക്ക. നെല്ലിക്ക എന്നതിൻ്റെ പര്യായം വരുന്നത് ധാത്രി, ആമലകം, ആമലകി ഫലം. ഏതൊക്കെയാണ് നെല്ലിക്ക? ധാത്രി, ആമലകം, ആമലകി ഫലം. അടുത്തത് നെയ്യ്. നെയ്യ് എന്നതിൻ്റെ പര്യായം വരുന്നത് ആജ്യം, ഘൃതം, ഹവിസ്. ഏതൊക്കെയാണ്? ആജ്യം, ഘൃതം, ഹവിസ് എന്നിവയാണ് നെയ്യ് എന്നതിൻ്റെ പര്യായങ്ങൾ. നെയ്യ്, ആജ്യം, ഘൃതം, ഹവിസ്. അടുത്തത് നെഞ്ച്. നെഞ്ചിൻ്റെ പര്യായം വരുന്നത് വക്ഷസ്, മാറിടം, ഉരസ്,
ഭുജാന്തരം. ഏതൊക്കെയാണ് നെഞ്ച് എന്നതിൻ്റെ പര്യായങ്ങൾ? വക്ഷസ്, മാറിടം, ഉരസ്, ഭുജാന്തരം. അടുത്തത് നെറ്റിത്തടം. നെറ്റിത്തടം, അളികം, ലലാടം. നെറ്റിത്തടം ഏതാണ്? അളികം, ലലാടം എന്നിവയാണ് നെറ്റിത്തടം എന്നതിൻ്റെ പര്യായങ്ങൾ. ഒന്നുകൂടെ നോക്കാം. നിഖിലം, സമസ്തം, സർവം, അഖിലം. നൂറ്, ചൂർണം, ചുണ്ണാമ്പ്. നൂൽ, തന്തു, സൂത്രം. നെല്ല്, വ്രീഹി, നെല്ലിക്ക. ധാത്രി, ആമലകം, ആമലകി ഫലം. നെയ്യ്, ആജ്യം, ഘൃതം, ഹവിസ്. നെഞ്ച്, വക്ഷസ്, മാറിടം, ഉരസ്, ഭുജാന്തരം. നെറ്റിത്തടം, അളികം, ലലാടം. ഓക്കെ അല്ലേ? അടുത്തത് നോക്കാം. നോട്ടം. നോട്ടം എന്നതിൻ്റെ പര്യായങ്ങൾ വരുന്നത് ഈക്ഷണം, വീക്ഷണം. വീക്ഷണം നോട്ടം, അതുപോലെ തന്നെ ഈക്ഷണം. ഈക്ഷണം നോട്ടമാണ്. നോട്ടം എന്നതിൻ്റെ പര്യായങ്ങൾ ഈക്ഷണം, വീക്ഷണം. അടുത്തത് പരുന്ത്. പരുന്ത് എന്നതിൻ്റെ പര്യായങ്ങൾ വരുന്നത് പത്രി, ശശാദം. ഏതൊക്കെയാണ്? പത്രി എന്ന വാക്കും വരുന്നുണ്ട്, അതുപോലെ ശശാദം, പരുന്ത്. പരുന്ത്, പത്രി, ശശാദം. അടുത്തത് പല്ലക്ക്. പല്ലക്ക് അറിയില്ലേ? രാജാക്കന്മാരെയും അതുപോലെ രാജ്ഞിമാരെയും ഒക്കെ തോളിലേറ്റി കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന ഒരു പലക കൊണ്ട് നിർമ്മിച്ച ഒരു വസ്തു, അതാണ് പല്ലക്ക്. മേനാവ്, ആന്തോളിക. ഏതൊക്കെയാണ്? പല്ലക്ക് എന്നതിൻ്റെ അർത്ഥം വരുന്നത് മേനാവ്, ആന്തോളിക. അടുത്തത് പന്നി. പന്നി, വരാഹം, ദംഷ്ട്രി, സൂകരം. ഏതൊക്കെയാണ്? വരാഹം, ദംഷ്ട്രി, സൂകരം എന്നിവയാണ് പന്നി എന്നതിൻ്റെ പര്യായങ്ങൾ. അടുത്തത് പത്നി. പത്നി, ഭാര്യ, കളത്രം, ജായ. പത്നി, ഭാര്യ, കളത്രം, ജായ. അടുത്തത് പണ്ഡിതൻ. പണ്ഡിതൻ എന്നതിൻ്റെ പര്യായം വിശാരദൻ, വിദ്വാൻ. ഏതൊക്കെയാണ്? വിശാരദൻ, വിദ്വാൻ എന്നിവയാണ് പണ്ഡിതൻ എന്നതിൻ്റെ പര്യായങ്ങൾ. അടുത്തത് പകൽ. പകൽ എന്നതിൻ്റെ പര്യായം വരുന്നത് അഹസ്, വാസരം. ഏതൊക്കെയാണ്? അഹസ്, വാസരം. പകൽ എന്നതിൻ്റെ പര്യായങ്ങൾ അഹസ്, വാസരം. അടുത്തത് പശു. പശു, ധേനു, ഗോവ്, മാഹേയി, ശൃംഗിണി. ധേനു, ഗോവ്, മാഹേയി, ശൃംഗിണി. ഏതിൻ്റെയാണ്? പശു. പശു എന്നതിൻ്റെ പര്യായങ്ങളാണ് ധേനു, ഗോവ്, മാഹേയി, ശൃംഗിണി. പഠിച്ചില്ലേ? ഇനി നമുക്ക് അടുത്തത് നോക്കാം. പക്ഷിക്കൂട്. പക്ഷിക്കൂട് ചോദിച്ചിട്ടുണ്ട്, പക്ഷിക്കൂട് ചോദിച്ചിട്ടുണ്ട്, അതുപോലെ പക്ഷി ചോദിച്ചിട്ടുണ്ട്. പക്ഷിക്കൂട് നോക്കാം. പക്ഷിക്കൂടിൻ്റെ പര്യായം പഞ്ചരം, നീടം, കുലായം. പഞ്ചരം, നീടം, കുലായം എന്നിവയാണ് പക്ഷിക്കൂട് എന്നതിൻ്റെ പര്യായങ്ങൾ വരുന്നത്. അടുത്തത് പക്ഷി. പക്ഷി എന്നതിൻ്റെ പര്യായം വരുന്നത് വിഹകം, വിഹംഗം, ശകുന്തം, കിളി, പതംഗം, ശുഗം, പറവ, ദ്വിജം, പദത്രി, നീടജം, ഗഗം. ഇത്രയും പഠിച്ചെടുക്കുക. വിഹകം, വിഹംഗം. രണ്ടെണ്ണായില്ലേ? വിഹകം, വിഹംഗം. അടുത്തത് പതംഗം. പതംഗം, ശകുന്തം. പതംഗമുണ്ട്, ശകുന്തമുണ്ട്, കിളി, ശുഗം, പറവ, ദ്വിജം, പദത്രി, നീടജം, ഗഗം. ഓക്കെ അല്ലേ? ഇവിടെ നീടം പക്ഷിക്കൂടാണ്, നീടജം പക്ഷിയാണ്. നീടം പക്ഷിക്കൂട്, നീടജം പക്ഷി. അടുത്തത് പഴം. പഴം, ഫലം, പക്വം. ഫലം, പക്വം എന്നിവയാണ് പഴം എന്നതിൻ്റെ പര്യായങ്ങൾ. അടുത്തത് പർവ്വതം. പർവ്വതത്തിൻ്റെ പര്യായം വരുന്നത് ഗിരി, ശൈലം, അദ്രി, അജലം. ഗിരി, ശൈലം, അദ്രി, അജലം. പർവ്വതം, ഗിരി, ശൈലം, അദ്രി, അജലം. അടുത്തത് പാർവതി. പാർവതി എന്നതിൻ്റെ പര്യായം ഉമ, കാത്യായനി, ഗൗരി, ഭവാനി. പാർവതി, ഉമ, കാത്യായനി, ഗൗരി, ഭവാനി. അടുത്തത് പകവീട്ടൽ. പകവീട്ടൽ, പ്രതികാരം. മഹേഷിൻ്റെ പ്രതികാരം അല്ലെ? അപ്പൊ പകവീട്ടൽ, പ്രതികാരം. വൈരനിര്യാതനം, വൈരനിര്യാതനം. പകവീട്ടൽ, പ്രതികാരം, വൈരനിര്യാതനം. പക്ഷിക്കൂട്, പഞ്ചരം, നീടം, കുലായം. പക്ഷി, വിഹകം, വിഹംഗം, ശകുന്തം, കിളി, പതംഗം, ശുഗം, പറവ, ദ്വിജം, പദത്രി, നീടജം, ഗഗം. നീടം പക്ഷിക്കൂട്, നീടജ പക്ഷി. പഴം, ഫലം, പക്വം.
പർവ്വതം, ഗിരി, ശൈലം, അദ്രി, അചലം. പാർവതി, ഉമ, കാത്യായനി, ഗൗരി, ഭവാനി. പകവീട്ടൽ, പ്രതികാരം, വൈരനിര്യാതനം. വൈരനിര്യാതനം, മഹേഷിന്റെ പ്രതികാരം എന്ന് പറയുന്നതിന് പകരം മഹേഷിന്റെ വൈരനിര്യാതനം എന്ന് കുറച്ച് ദിവസം പറഞ്ഞു നോക്കാം. അപ്പൊ നമ്മൾ പഠിച്ചെടുക്കും. അടുത്തത് നോക്കാം. പാൽ. പാൽ എന്നതിന്റെ പര്യായം വരുന്നത് ക്ഷീരം, ദുഗ്ധം, പയസ്. ഏതൊക്കെയാണ്? ക്ഷീരം, ദുഗ്ധം, പയസ് എന്നിവയാണ് പാൽ എന്നതിന്റെ പര്യായങ്ങൾ. ക്ഷീരം, ദുഗ്ധം, പയസ്. അടുത്തത് പിപാസ. പിപാസ ദാഹം, തൃഷ്ണ, തർഷം. ഏതൊക്കെയാണ്? ദാഹം, തൃഷ്ണ, തർഷം. ഇത് നമുക്ക് ചോദിച്ചിട്ടുണ്ട്. പിപാസ മുൻവർഷ ചോദ്യമാണ്. ദാഹം, തൃഷ്ണ, തർഷം. അടുത്തത് പിശുക്കൻ. പിശുക്കൻ, കൃപണൻ, ക്ഷുദ്രൻ, കദര്യൻ. ഏതൊക്കെയാണ്? കൃപണൻ, ക്ഷുദ്രൻ, കദര്യൻ. അടുത്തത് പാട്ട്. പാട്ട് എന്നതിന്റെ പര്യായം വരുന്നത് ഗീതം, ഗാനം, ഗാഥ. ഏതൊക്കെയാണ്? ഗീതം, ഗാനം, ഗാഥ. പാട്ട്. അടുത്തത് പാപം. പാപം എന്നതിന്റെ പര്യായം അഘം, കന്മഷം, പങ്കം. അഘം, കന്മഷം, പങ്കം എന്നിവയാണ് പാപം എന്നതിന്റെ പര്യായങ്ങൾ. അടുത്തത് പാടം. പാടം എന്നതിന്റെ പര്യായം കേദാരം, വപ്രം, വയൽ. കേദാരം, വപ്രം, വയൽ. അടുത്തത് പാദം. പാദം എന്നതിന്റെ പര്യായം വരുന്നത് കാല്, ചരണം, ചേവടി. കാല്, ചരണം, ചേവടി. പഞ്ചസാര. പഞ്ചസാര സിത, ഖണ്ഡജം. പഞ്ചസാര എന്ന് പറയുന്നതിന് പകരം ഖണ്ഡജം അല്ലെങ്കിൽ സിത എന്ന് പറഞ്ഞു നോക്കാം. പഞ്ചസാര, സിത, ഖണ്ഡജം. പാൽ പഠിച്ചു, പിപാസ പഠിച്ചു, പിശുക്കൻ, പാട്ട്, പാപം, പാടം, പാദം, പഞ്ചസാര. ഇത്രയും വാക്കുകളുടെ പര്യായങ്ങൾ പഠിച്ചെടുത്തില്ലേ? ഇനി നമുക്ക് അടുത്തത് നോക്കാം. അടുത്തത് പഞ്ഞി. പഞ്ഞി എന്നതിന്റെ പര്യായം വരുന്നത് തൂലം, പിജു. ഏതൊക്കെയാണ്? തൂലം, പിജു. അടുത്തത് പടച്ചട്ട. പടച്ചട്ട എന്നതിന്റെ പര്യായം വർമ്മം, കങ്കടകം, ഉരച്ഛതം. ഏതൊക്കെയാണ്? പടച്ചട്ട, വർമ്മം, കങ്കടകം, ഉരച്ഛതം. അടുത്തത് പുത്രൻ. പുത്രൻ എന്നതിന്റെ പര്യായം വരുന്നത് സുധൻ, സൂനു, മകൻ, നന്ദനൻ, ആത്മജൻ, തനയൻ. പുത്രൻ ചോദിക്കാറുണ്ട്. പുത്രൻ ചോദിച്ചിട്ടുണ്ട്. സുധൻ, സൂനു, മകൻ, നന്ദനൻ, ആത്മജൻ, തനയൻ. അടുത്തത് പുരികം. പുരികം, ചില്ലി, ബ്രൂ. ഏതൊക്കെയാണ്? പുരികം, ചില്ലി, ബ്രൂ എന്നീ പര്യായങ്ങൾ വരുന്നുണ്ട്. അടുത്തത് പുല്ല്. പുല്ലിന്റെ പര്യായങ്ങളാണ് തൃണം, അർജുനം. തൃണം, അർജുനം എന്നിവയാണ് പുല്ല് എന്നതിന്റെ പര്യായങ്ങൾ. അടുത്തത് പുലരി. പുലരി എന്നതിന്റെ പര്യായങ്ങൾ ഉഷസ്, പ്രഭാതം, പ്രാതകാലം. പുലരി എന്നതിന്റെ പര്യായങ്ങൾ വരുന്നത് ഉഷസ്, പ്രഭാതം, പ്രാതകാലം. അടുത്തത് പുഷ്പം. പുഷ്പം എന്നതിന്റെ പര്യായങ്ങൾ പൂവ്, സുനം, മലർ, പ്രസൂനം, സുമം, കുസുമം. പൂവ് നമുക്കറിയാം പുഷ്പം എന്നാണ്. സുനം അതുപോലെ പ്രസൂനമുണ്ട്. ഏതൊക്കെയാണ്? സുനമുണ്ട്, പ്രസൂനമുണ്ട്, സുമം ഉണ്ട്, കുസുമമുണ്ട്. പൂവ്, സുനം, പ്രസൂനം, മലർ, സുമം, കുസുമം. ഓക്കെ അല്ലേ? അടുത്തത് പൂമൊട്ട്. പൂമൊട്ട് എന്നതിന്റെ പര്യായം വരുന്നത് കുട്മളം. കുട്മളം, മുകുളം, കലിക, കോരകം. ഏതൊക്കെയാണ്? പൂമൊട്ട്, കുട്മളം, മുകുളം, കലിക, കോരകം. കുട്മളം, മുകുളം, കലിക, കോരകം എന്നിവയാണ് പൂമൊട്ട് എന്നതിന്റെ പര്യായങ്ങൾ. അടുത്തത് പൂന്തോട്ടം. പൂന്തോട്ടം എന്നതിന്റെ പര്യായങ്ങൾ വരുന്നത് ഉദ്യാനം, പൂവാടി, പുഷ്പവാടി, ഉപവനം, ആരാമം, നിഷ്കുടം, മലർവാടി. ഉദ്യാനം, പൂവാടി, പുഷ്പവാടി, ഉപവനം, ആരാമം, നിഷ്കുടം, മലർവാടി. പൂന്തോട്ടം ചോദിക്കാറുണ്ട്. അടുത്തത് പൂച്ച. പൂച്ച, വിടാലം, മണ്ഡലി, മണ്ഡലി, ഓതു, മാർജാരം. മാർജാരം പൂച്ചയാണ്. വിടാലം പൂച്ചയാണ്. മണ്ഡലി പൂച്ചയാണ്. ഓതു പൂച്ചയാണ്. അടുത്തത് പ്രകാശം. പ്രകാശം പര്യായങ്ങൾ വരുന്നത് പ്രഭ, ശോഭ, വെളിച്ചം, ദ്യോതം, ദ്യുതി. പ്രഭ, ശോഭ, വെളിച്ചം, ദ്യോതം, ദ്യുതി എന്നിവയാണ് പ്രകാശം എന്നതിൻ്റെ പര്യായങ്ങൾ. ഇവിടെ ശ്രദ്ധിക്കുക,
ദ്യോതം എന്നാൽ പ്രകാശം എന്നാണ് അർത്ഥം വരുന്നത്. ദ്യോതം എന്നാൽ പ്രകാശം എന്നാണ് അർത്ഥം വരുന്നത്. അതുപോലെ ഗദ്യോതം ഉണ്ട്. ഗദ്യോതം, ദ്യോതത്തിൻ്റെ കൂടെ ഒരു ഘായും കൂടെ, എന്താണ് ഗദ്യോതം. ഗദ്യോതം മിന്നാമിനുങ്ങാണ്. ഗദ്യോതം മിന്നാമിനുങ്ങാണ്. ദ്യോതം എന്ന പ്രകാശം. അപ്പൊ പ്രകാശത്തിന്റെ പര്യായങ്ങൾ പ്രഭ, ശോഭ, വെളിച്ചം, ദ്യോതം, ദ്യുതി. അടുത്തത് പ്രഭാതം. പ്രഭാതം, ഉഷസ്, പുലരി, വിഭാതം, കാല്യം, പ്രത്യുഷം, അഹർമുഖം. ഉഷസ്, പുലരി, വിഭാതം, കാല്യം, പ്രത്യുഷം, അഹർമുഖം. ഓക്കെ അല്ലേ? അത് നിങ്ങൾക്ക് നോട്ട്സ് എല്ലാം ബ്രിസ്റ്റു ലേണിംഗ് ആപ്പിൽ പഠിച്ചെടുക്കാവുന്നതാണ്. വീഡിയോ ക്ലാസ്സസും കൂടെ കാണുക. പ്രീവിയസ് ക്വസ്റ്റ്യനും അതുപോലെ SCERT ചാപ്റ്റേഴ്സൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ ഒരു ക്ലാസ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്തതിലോട്ട് പോവാം. അടുത്തത് പ്രളയം. പ്രളയം എന്നതിൻ്റെ പര്യായം വരുന്നത് സംവർത്തം, കൽപ്പാന്തം. സംവർത്തം, കൽപ്പാന്തം എന്നിവയാണ് പ്രളയം എന്നതിൻ്റെ പര്യായങ്ങൾ. സംവർത്തം, കൽപ്പാന്തം. അടുത്തത് പ്രാവ്. പ്രാവ് എന്നതിൻ്റെ പര്യായം കബോധം, പാരാവതം, കളരവം. കബോധം, പാരാവതം, കളരവം. ഇവിടെ കബോധം, കപോലം ഉണ്ട്. കപോലം കവിൾത്തടമാണ്. കപോലം കവിൾത്തടമാണ്. കബോധം പ്രാവ്. കപോലം കവിൾത്തടം, കബോധം പ്രാവ്. പ്രാവ്, കബോധം, പാരാവതം, കളരവം. അടുത്തത് പ്ലാവ്. ഇപ്പൊ പഠിച്ചത് പ്രാവാണ്. ഇനി പ്ലാവ്. പ്ലാവ് പനസം, കണ്ടകഫലം, പൂതഫലം. ഏതൊക്കെയാണ്? പനസം, കണ്ടകഫലം, പൂതഫലം. അടുത്തത് പെരുമഴ. പെരുമഴ പര്യായങ്ങൾ വരുന്നത് പേമാരി, ആസാരം. പേമാരി, ആസാരം. അടുത്തത് പെരുമ്പാമ്പ്. പെരുമ്പാമ്പ് പര്യായങ്ങൾ വരുന്നത് അജഗരം, വാഹസം. അജഗര, വാഹസം. പെരുമ്പാമ്പ്, അജഗര, വാഹസം. പെരുമഴ, പേമാരി, ആസാരം. അടുത്തത് പൊടി. പൊടി അർത്ഥങ്ങൾ വരുന്നത് പാംസു, രേണു, തൂളി, ധൂളി. ഏതൊക്കെയാണ്? പാംസു, രേണു, തൂളി, ധൂളി എന്നിവയാണ് പൊടി എന്നതിൻ്റെ പര്യായങ്ങൾ. അടുത്തത് പൊട്ട്. പൊട്ട് എന്നതിൻ്റെ പര്യായം തിലകം, തൊടുകുറി, ചിത്രകം. തിലകം, തൊടുകുറി, ചിത്രകം എന്നിവയാണ് പൊട്ട് എന്നതിൻ്റെ പര്യായങ്ങൾ. തിലകം, തൊടുകുറി, ചിത്രകം. അടുത്തത് പോത്ത്. പോത്ത് എന്നതിൻ്റെ പര്യായം വരുന്നത് മഹിഷം, സൈരിഭം, കാസരം. മഹിഷം, സൈരിഭം, കാസരം. ഏതൊക്കെയാണ് പോത്ത്? മഹിഷം, സൈരിഭം, കാസരം. പ്രളയം, സംവർത്തം, കൽപ്പാന്തം, പ്രാവ്, കബോധം, പാരാവതം, കളരവം. പ്ലാവ്, പനസം, കണ്ടകഫലം, പൂതഫലം. പെരുമഴ, പേമാരി, ആസാരം. പെരുമ്പാമ്പ്, അജഗര, വാഹസം. പൊടി, പാംസു, രേണു, തൂളി, ധൂളി. പൊട്ട്, തിലകം, തൊടുകുറി, ചിത്രകം. പോത്ത്, മഹിഷം, സൈരിഭം, കാസരം. അടുത്തത് ബുദ്ധി. ബുദ്ധി എന്നതിൻ്റെ പര്യായങ്ങൾ ദിഷണ, മനീഷ, പ്രജ്ഞ, ഓജസ്, ധി. ഏതൊക്കെയാണ് ബുദ്ധി? ദിഷണ, മനീഷ, പ്രജ്ഞ, ഓജസ്, ധി. ദിഷണ, മനീഷ, പ്രജ്ഞ, ഓജസ്, ധി എന്നിവയാണ് ബുദ്ധി എന്നതിൻ്റെ പര്യായങ്ങൾ. അടുത്തത് ബന്ധു. ബന്ധു എന്നതിൻ്റെ പര്യായങ്ങൾ വരുന്നത് ജ്ഞാതി, സ്വജനം, ബാന്ധവൻ. ജ്ഞാതി, സ്വജനം, ബാന്ധവൻ എന്നിവയാണ് ബന്ധു എന്നതിൻ്റെ പര്യായങ്ങൾ. അടുത്തത് ബ്രാഹ്മണൻ. ബ്രാഹ്മണൻ എന്നതിൻ്റെ പര്യായം വരുന്നത് വിപ്രൻ, അന്തണൻ, ഭൂദേവൻ. വിപ്രൻ, അന്തണൻ, ഭൂദേവൻ, ഭൂസുരൻ. വിപ്രൻ, അന്തണൻ, ഭൂദേവൻ, ഭൂസുരൻ എന്നിവയാണ് ബ്രാഹ്മണൻ എന്നതിൻ്റെ പര്യായങ്ങൾ. അടുത്തത് ഭയം. ഭയം എന്നതിൻ്റെ പര്യായം വരുന്നത് ധരം, ത്രാസം, ഭീതി, പേടി. ധരം, ത്രാസം, ഭീതി, പേടി. അടുത്തത് ഭാഗ്യം. ഭാഗ്യം എന്നതിൻ്റെ പര്യായം ദൈവം, ഭാഗധേയം. ദൈവം എന്ന പര്യായം വരുന്നുണ്ട്. അതുപോലെ ഭാഗധേയം. അടുത്തത് ഭർത്താവ്. ഭർത്താവ് എന്നതിൻ്റെ പര്യായം വരുന്നത് പതി, കാന്തൻ, ധവൻ, ദൈതൻ. പതി, കാന്തൻ, ധവൻ, ദൈതൻ. അടുത്തത് ഭാര്യ. ഭാര്യ, പത്നി. പതി, പത്നി, കാന്തൻ, കാന്ത, ദൈതൻ, ദൈത. അടുത്തത് ധവൻ ഭർത്താവാണ്, കളത്രം ഭാര്യയാണ്. അടുത്തത്
അടുത്തത് നോക്കാം, ഭാര്യ ഭർത്താക്കന്മാർ. ഭാര്യ പഠിച്ചു, ഭർത്താവിന്റെ പര്യായം പഠിച്ചു. ഇനി ഭാര്യ ഭർത്താക്കന്മാർ ഇവരെ ഒരുമിച്ച് പറയുന്നതാണ് ദമ്പതി. ദമ്പതി എന്ന് പറയാറുണ്ട്. അതുപോലെ ജമ്പതി എന്നൊരു വാക്കും കൂടെയുണ്ട്. ദമ്പതിയുണ്ട്, ജമ്പതിയുണ്ട്, ജായാപതിയുണ്ട്. ഭാര്യ ഭർത്താക്കന്മാരെ ഒരുമിച്ച് പറയുന്നതാണ് ദമ്പതി, ജമ്പതി, ജായാപതി. അടുത്തത് ഭൂമി. ഭൂമി എന്നതിൻ്റെ പര്യായം വരുന്നത് ധരണി, വസുധ, മേദിനി, ക്ഷോണി, മഹീതലം, ധര, ദരിദ്രി, പാര്, ഊഴി, വസുന്ധര, ക്ഷിതി, അവനി, പൃഥ്വി, അജല, ക്ഷോണി, രസധാര, രസധര, മഞ്ഞ്, പാർത്തലം. ഏതൊക്കെയാണ്? ധരണി, വസുധ, മേദിനി, ക്ഷോണി, മഹീതലം, ധര, ദരിദ്രി, പാര്, ഊഴി, വസുന്ധര, ക്ഷിതി, അവനി, പൃഥ്വി, അജല, ക്ഷോണി, രസധര, മഞ്ഞ്, പാർത്തലം എന്നിവയാണ് ഭൂമി എന്നതിൻ്റെ പര്യായങ്ങൾ വരുന്നത്. ഭൂമി നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, ചോദിച്ചിട്ടുണ്ട്. അടുത്തത് ഭ്രാന്ത്. ഭ്രാന്ത് എന്നതിൻ്റെ പര്യായം വരുന്നത് ഉന്മാദം, ചിത്തഭ്രമം, മതിഭ്രമം. ഭ്രാന്ത്, ഉന്മാദം, ചിത്രഭ്രമം, മതിഭ്രമം. അടുത്തത് ഭൃത്യൻ. ഭൃത്യൻ, കിങ്കരൻ, ദാസൻ, സേവകൻ, വേലക്കാരൻ. ഭൃത്യൻ, കിങ്കരൻ, ദാസൻ, സേവകൻ, വേലക്കാരൻ. ഭ്രാന്ത്, ഉന്മാദം, ചിത്തഭ്രമം, മതിഭ്രമം. ഭൃത്യൻ, വേലക്കാരൻ, കിങ്കരൻ, ദാസൻ, സേവകൻ. അടുത്തത് നോക്കാം. അടുത്തത് മരണം. മരണം എന്നതിൻ്റെ പര്യായങ്ങൾ വരുന്നത് മൃതി, മൃത്യു, നാശം, നിധനം. മൃതി, മൃത്യു, നാശം, നിധനം എന്നിവയാണ് മരണം എന്നതിൻ്റെ പര്യായങ്ങൾ. ഏതൊക്കെയാണ്? മൃതി, മൃത്യു, നാശം, നിധനം, ജീവഹാനി, അത്യയം എന്നിവയാണ് മരണം എന്നതിൻ്റെ പര്യായങ്ങൾ. അടുത്തത് മാരിവില്ല്. മാരിവില്ല്, ഇന്ദ്രായുധം, ഇന്ദ്രചാപം. മാരിവില്ല്, ഇന്ദ്രായുധം, ഇന്ദ്രചാപം എന്നിവയാണ് മാരിവില്ല് എന്നതിൻ്റെ പര്യായങ്ങൾ. അടുത്തത് മദ്യം. മദ്യം എന്നതിൻ്റെ പര്യായം വരുന്നത് സുര, ഹാല, കാദംബരി. മദ്യം, സുര, ഹാല, കാദംബരി. അടുത്തത് മയിൽ. മയിൽ എന്നതിൻ്റെ പര്യായം മയിൽ ചോദിച്ചിട്ടുണ്ട്. മയിൽ, മയൂരം, മയൂഖം, ശിഖി, കേകി, ബർഹിണം, ബർഹി, ഭുജഗബുക്ക്, കാളകണ്ഠം, പിഞ്ചി. മയൂരം, മയൂഖം, ശിഖി, കേകി, ബർഹിണം, ബർഹി, ബർഹിയുണ്ട്, ബർഹിണമുണ്ട്, ഭുജഗബുക്ക്, പാമ്പിനെ ഭക്ഷിക്കുന്നത്, ഭുജഗബുക്ക്, കാളകണ്ഠം, കാളകണ്ഠം, പിഞ്ചി എന്നിവയാണ് മയിൽ എന്നതിൻ്റെ പര്യായങ്ങൾ. അടുത്തത് മണൽത്തിട്ട. മണൽത്തിട്ട എന്നതിൻ്റെ പര്യായം വരുന്നത് സൈകതം, പുളിനം. സൈകതം, പുളിനം ചോദിച്ചിട്ടുണ്ട്. മണൽത്തിട്ട, സൈകതം, പുളിനം. അടുത്തത് മുത്ത്. മുത്ത്, മൗക്തികം, മുക്തം, ശുക്തികം. മുത്ത്, മൗക്തികം, മുക്തം, ശുക്തികം എന്നിവയാണ് മുത്ത് എന്നതിൻ്റെ പര്യായങ്ങൾ വരുന്നത്. അടുത്തത് മുള. മുള എന്നതിൻ്റെ പര്യായം നാമ്പ്, അങ്കുരം, പ്രവാളം. നാമ്പ്, അങ്കുരം, പ്രവാളം എന്നിവയാണ് മുള എന്നതിൻ്റെ പര്യായങ്ങൾ. അടുത്തത് മഞ്ഞ്. മഞ്ഞ് ചോദിക്കാറുണ്ട്. മഞ്ഞ് പര്യായത്തിൽ ചോദിക്കാറുണ്ട്. ഹിമം, തുഷാരം, നീഹാരം, തുഹീനം, പ്രാലേയം. മാലേയം ചന്ദനമാണ്. പ്രാലേയം എന്താണ്? മഞ്ഞാണ്. ഹിമം, തുഷാരം, നീഹാരം, തുഹീനം, പ്രാലേയം. അടുത്തത് മഞ്ഞുതുള്ളി. മഞ്ഞുതുള്ളി, തുഷാരബിന്ദു, നീഹാരബിന്ദു, ഹിമബിന്ദു. നോക്കാം, മഞ്ഞ്, തുഷാരം, നീഹാരം, ഹിമം. മഞ്ഞുതുള്ളി, തുഷാരബിന്ദു, നീഹാരബിന്ദു, ഹിമബിന്ദു. അടുത്തത് മഞ്ഞ. മഞ്ഞ് പഠിച്ചു, മഞ്ഞുതുള്ളി പഠിച്ചു. ഇനി മഞ്ഞ. മഞ്ഞ, പീതം, ഗൗരം, ഹരിദ്രാഭ. പീതം, ഗൗരം, ഹരിദ്രാഭ. അടുത്തത് മഞ്ഞൾ. മഞ്ഞൾ. മഞ്ഞൾ എന്നതിൻ്റെ പര്യായം വരുന്നത് നിശ, കാഞ്ചനി, വരവർണിനി. നിശ, കാഞ്ചനി, വരവർണിനി. അടുത്തത് മനസ്. മനസ് എന്നതിൻ്റെ പര്യായം ചിത്തം, ഹൃത്ത്, മാനസം, ചേതസ്, മനം, സ്വാന്തം. ചിത്തം, ഹൃത്ത്, മാനസം, ചേതസ്, മനം, സ്വാന്തം. ഏതൊക്കെയാണ് മനസ്? ചിത്തം, ഹൃത്ത്, മാനസം, ചേതസ്, മനം, സ്വാന്തം എന്നിവയാണ് മനസ് എന്നതിൻ്റെ പര്യായങ്ങൾ. അടുത്തത് നോക്കാം. അടുത്തത് മഴ.
മഴ എന്നതിൻ്റെ പര്യായം വരുന്നത് വർഷം, വൃഷ്ടി, മാരി. വർഷം, വൃഷ്ടി, മാരി എന്നിവയാണ് മഴ എന്നതിൻ്റെ പര്യായങ്ങൾ. അടുത്തത് മാളിക. മാളിക എന്നതിൻ്റെ പര്യായം ഹർമ്മ്യം, സൗധം, പ്രാസാദം. ഏതൊക്കെയാണ്? ഹർമ്മ്യം, സൗധം, പ്രാസാദം എന്നിവയാണ് മാളിക എന്നതിൻ്റെ പര്യായങ്ങൾ. അടുത്തത് മണ്ണ്. മണ്ണിൻ്റെ പര്യായങ്ങൾ വരുന്നത് മൃത്ത്, മൃത്തിക. മൃത്ത്, മൃത്തിക എന്നിവയാണ് മണ്ണ് എന്നതിൻ്റെ പര്യായങ്ങൾ. അടുത്തത് മംഗളം. മംഗളം കല്യാണം, ഭാവുകം, ശുഭം, ക്ഷേമം. ഏതൊക്കെയാണ് മംഗളം എന്നതിൻ്റെ പര്യായങ്ങൾ? കല്യാണം, ഭാവുകം, ശുഭം, ക്ഷേമം. അടുത്തത് മരം. മരം ശാഖി, തരു, വിടബി, ധ്രുമം, പാദപം, വൃക്ഷം. ശാഖി, തരു, വിടബി, ധ്രുമം, പാദപം, വൃക്ഷം ചോദിച്ചിട്ടുണ്ട്. മരം, പാദപം, വൃക്ഷം, ശാഖി, തരു, വിടബി, ധ്രുമം. അടുത്തത് മരവുരി. മരവുരി ചീവരം, ചീരം, വൽക്കലം. ചീവരം, ചീരം, വൽക്കലം. മരവുരി, ചീവരം, ചീരം, വൽക്കലം. അടുത്തത് മാറ്റം. മാറ്റം വികാരം, വികൃതി, പരിണാമം. വികാരം, വികൃതി, പരിണാമം. ഏതൊക്കെയാണ്? മഴ, വർഷം, വൃഷ്ടി, മാരി, മാളിക, ഹർമ്മ്യം, സൗധം, പ്രാസാദം, മണ്ണ്, മൃത്ത്, മൃത്തിക, മംഗളം, കല്യാണം, ഭാവുകം, ശുഭം, ക്ഷേമം, മരം, ശാഖി, തരു, വിടബി, ധ്രുമം, പാദപം, വൃക്ഷം. മരവുരി, ചീവരം, ചീരം, വൽക്കലം, മാറ്റം, വികാരം, വികൃതി, പരിണാമം. അടുത്തത് നമുക്ക് കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. നിങ്ങൾക്ക് ആ ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ എങ്ങനെയാണെന്ന് മനസ്സിലാവാനാണ്. നമുക്ക് പര്യായം, അതായത് 4 ഓപ്ഷൻ തന്നിട്ട് ഇതിൽ പര്യായം ഏതെന്ന് ചോദിക്കാറുണ്ട്, അതുപോലെ തന്നെ ഇതിൽ പര്യായം അല്ലാത്തത് ഏതെന്നും ചോദിക്കാറുണ്ട്. ആദ്യമായിട്ട് PSC എക്സാം എഴുതുന്ന ആൾക്കാർക്കൊന്നും ചിലപ്പോൾ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് വരിക എന്ന് മനസ്സിലാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. നദി എന്ന പദത്തിൻ്റെ പര്യായ പദമല്ലാത്തത് ഏത്? പര്യായ പദം അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യം ക്വസ്റ്റ്യൻ നമ്മൾ ശ്രദ്ധിച്ച് വായിക്കുക. പര്യായം അല്ലാത്തതാണോ ചോദിച്ചത്, പര്യായം ആണോ ചോദിച്ചത് എന്ന് നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് നദി എന്ന പദത്തിൻ്റെ പര്യായ പദം അല്ലാത്തത് ഏത്? പര്യായ പദം അല്ലാത്തതാണ് സരസ്, തരംഗിണി, തടിനി, വാഹിനി. ഇതിൽ പര്യായ പദം അല്ലാത്തത് ഏതാണ്? സരസാണ്. സരസാണ് പര്യായ പദം അല്ലാത്തത്. തരംഗിണി, തടിനി, വാഹിനി എന്നിവയെല്ലാം നദി എന്നതിൻ്റെ പര്യായങ്ങളാണ്. സരസ് എന്നാൽ പൊയ്ക എന്നാണ് അർത്ഥം വരുന്നത്. പൊയ്ക അല്ലെങ്കിൽ താമര പൊയ്ക എന്ന അർത്ഥത്തിലാണ് വരുന്നത്. അടുത്തത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ നദിയുടെ പര്യായം ഏത്? നേരത്തെ നദിയുടെ പര്യായം അല്ലാത്തതാണ് ചോദിച്ചത്. ഇവിടെ നദിയുടെ പര്യായം ഏതെന്നാണ് ചോദിക്കുന്നത്. തടിനി, തളിമം, സൈഗതം, തലിനം. ഏതാണ് നദിയുടെ പര്യായം? തടിനി. ഓപ്ഷൻ എ ആണ്. തടിനിയാണ് നദിയുടെ പര്യായം. സൈഗതം നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു. സൈഗതം മണൽത്തിട്ട. അടുത്തത് താഴെ തന്നിട്ടുള്ള പര്യായ പദങ്ങളെ ശരിയായ രീതിയിൽ ചേരുംപടി ചേർക്കുക. മയിൽ, ആമ്പൽ, പൂവ്, കുയിൽ. ഇവിടെ കുമുദം, കൈരവം, കുസുമം, സൂനം, കോകിലം, പികം, കേകി, ബർഹി എന്ന് കൊടുത്തിട്ടുണ്ട്. ശരിയായ രീതിയിൽ ചേരുംപടി ചേർക്കാനാണ്. മയിൽ. മയിൽ ഇവിടെ പര്യായങ്ങൾ ഏതൊക്കെയാണ് വരുന്നത്? കേകി, ബർഹി. മയിലിൻ്റെ പര്യായങ്ങളാണ് കേകി, ബർഹി, ബർഹിണി എന്നിവയെല്ലാം മയിലിൻ്റെ പര്യായങ്ങളാണ്. അടുത്തത് ആമ്പൽ. ആമ്പൽ കുമുദം, കൈരവം. ആമ്പൽ കുമുദം, കൈരവം, ആമ്പൽ. അടുത്തത് പൂവ്. പൂവ് കുസുമം, സൂനം. പൂവ്, കുസുമം, സൂനം, സുമം എന്നിവയെല്ലാം പഠിച്ചിട്ടുണ്ടായിരുന്നു. അടുത്തത് കുയിൽ. കുയിൽ, കോകിലം, പികം. കുയിൽ, കോകിലം, പികം എന്നിവയാണ് കുയിൽ. ഇവിടെ ഏതാണ് അപ്പോൾ ഓപ്ഷൻ വരുന്നത്? 1D, 2A, 3B, 4C എന്നിവയാണ് ശരിയായിട്ടുള്ള ആൻസർ. ഓപ്ഷൻ സി ആണ്. അടുത്തത് നോക്കാം. അടുത്തത് പുത്രൻ എന്ന പദത്തിന്റെ പര്യായ പദം അല്ലാത്തത് ഏത്? പുത്രൻ എന്ന പദത്തിന്റെ പര്യായ പദം അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ജനകൻ, തനയൻ, ആത്മജൻ, തനുജൻ. പുത്രൻ എന്ന പദത്തിന്റെ പര്യായ പദം അല്ലാത്തത് ജനകൻ. ജനകൻ എന്താണ്? അച്ഛനാണ്. പുത്രൻ എന്ന പദത്തിന്റെ പര്യായങ്ങളാണ് തനയൻ, ആത്മജൻ, തനുജൻ. അടുത്തത് നമുക്ക് നോക്കാം. അടുത്തത്
ശരിയായ പര്യായ കൂട്ടം കണ്ടെത്തുക. പ്രമാദം. പ്രമാദം എന്ന പദത്തിന്റെ ശരിയായിട്ടുള്ള പദക്കൂട്ടം. തെറ്റ്, പേരുകേട്ട, പ്രശസ്തം. വർദ്ധിച്ച ഭയം, ഓർമ്മക്കേട്, ശ്രദ്ധയില്ലായ്മ. ഓപ്ഷൻ സി മുഖ്യമായ, നിശ്ചയം, സന്തോഷം. ഓപ്ഷൻ ഡി തെളിവ്, നൈർമല്യം, വ്യാപനം. പ്രമാദം എന്നതിന്റെ ശരിയായിട്ടുള്ള പര്യായ കൂട്ടം വരുന്നത് വർദ്ധിച്ച ഭയം, ഓർമ്മക്കേട്, ശ്രദ്ധയില്ലായ്മ. വർദ്ധിച്ച ഭയം, ഓർമ്മക്കേട്, ശ്രദ്ധയില്ലായ്മ എന്നിവയാണ് പ്രമാദം എന്നതിന്റെ ശരിയായിട്ടുള്ള പര്യായ കൂട്ടം. അടുത്തത് താഴെ പറയുന്നവയിൽ നിലാവ് എന്ന പദത്തിന്റെ ശരിയായ പര്യായ പദങ്ങൾ ഏവ? നിലാവ്. നിലാവ് നമ്മൾ പഠിച്ചിരുന്നു, ചന്ദ്രിക അല്ലെ? നിലാവ് ചന്ദ്രിക കൗമുദി, നിലാവ് തിങ്കൾ ഭാസ്കരൻ, നിലാവ് നിശീതിനി രാവ്, നിലാവ് താര താരകം. ഏതാണ്? നിലാവ്, ചന്ദ്രിക, കൗമുദി എന്നിവയാണ് നിലാവ് എന്നതിൻ്റെ പര്യായങ്ങൾ വരുന്നത്. അടുത്തത് നോക്കാം. അടുത്തത് മഞ്ഞ് എന്നർത്ഥം വരാത്ത പദം ഏത്? മഞ്ഞ് എന്ന അർത്ഥം വരാത്ത പദം. നീഹാരം, തുഷാരം, തുഹിനം, നിധനം. മഞ്ഞ് എന്ന അർത്ഥം വരാത്ത പദം ഏതാണ്? നിധനം. നിധനമാണ് മഞ്ഞ് എന്ന അർത്ഥം വരാത്ത പദം. നിധനം എന്ന് വെച്ചാൽ എന്താണ്? നിധനം, മരണം അല്ലെങ്കിൽ നാശം എന്നാണ് അർത്ഥം വരുന്നത്. അടുത്തത് നമുക്ക് നോക്കാം. അടുത്തത് ഭൂമിയുടെ പര്യായ പദം അല്ലാത്തത് ഏത്? ഭൂമിയുടെ പര്യായ പദം അല്ലാത്തത് ധരണി, വസുധ, മേധിനി, ജനിത്രി. ഭൂമിയുടെ പര്യായമല്ലാത്തത് ഇവിടെ വരുന്നത് ജനിത്രിയാണ്. ധരണി, വസുധ, മേധിനി എന്നിവയെല്ലാം ഭൂമിയുടെ പര്യായങ്ങളാണ്. ജനിത്രി എന്നാൽ അമ്മ എന്നാണ് അർത്ഥം. ജനിത്രി അമ്മ. അപ്പം നമുക്ക് ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. എല്ലാവരും നന്നായിട്ട് തന്നെ പഠിച്ചെടുക്കുക. നോട്ട്സ് എല്ലാം നന്നായിട്ട് പഠിക്കുക. അതിൻ്റെ കൂടെ തന്നെ വീഡിയോ ക്ലാസ്സസ് കാണുക. ഒപ്പം ക്വസ്റ്റ്യൻസും കൂടെ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അപ്പം നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കുറച്ച് പര്യായങ്ങളുമായി കാണാം. എല്ലാവർക്കും നന്ദി.